സാക്ഷാൽ നമ്മുടെ നിഷ്പക്ഷ പണിക്കർ, നീതി പണിക്കർ, സത്യസന്ധനായ പണിക്കർ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ ധാർമ്മിക പ്രഭാഷണം നടത്തി. ആ ധാർമ്മിക പ്രഭാഷണം വേറൊന്നുമായിരുന്നില്ല, മരണത്തിൽ സന്തോഷിക്കുന്നവർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ വിജയ് രൂപാണി പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആളുകൾ അതിൻ്റെ അടിയിൽ എഴുതിയ കമൻറ്റുകളും പാകിസ്ഥാൻവാദികളായ കുറേ പേർ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ച വികാരങ്ങളുമൊക്കെ അദ്ദേഹത്തിൽ വളരെ ദുഃഖവും ഖേദവും ഞടുക്കവും ഖിന്നതയും കുണ്ഠിതവും മണ്ഡിതവും ഒക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ വികാരപരവശനാവുന്നുണ്ട്. വികാരപരവശനായിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, ആരുടെ ജനനവും മരണവും ഓരോരുത്തർക്കും സംഭവിച്ച ദുരന്തങ്ങളും ഒന്നും വേറൊന്നിനും കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അല്ല. പക്ഷേ ഓരോന്നും സംഭവിക്കുമ്പോൾ അതിനനുഗുണമായി ചില മനുഷ്യർ അവരുടെ വ്യത്യസ്തമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പലതുമൊക്കെ എഴുതാറുണ്ട്, കുറിക്കാറുണ്ട്. സാക്ഷാൽ നമ്മുടെ നീതി പണിക്കർ ഇത് കാണുന്നത് ഈ ദുരന്തത്തിൻ്റെ സമയത്ത് മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ ഒരു പ്രത്യേകത. ബാക്കി എല്ലാവരുടെയും പോലെയുള്ള കണ്ണുകളോ കാതുകളോ ഹൃദയമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റേത്. സെമി പെർമിയബിളാണ്. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം തുറക്കുകയും ചില പ്രത്യേക സമയങ്ങളിൽ അടയ്ക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു ഇലക്ട്രോണിക് ഉപകരണം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വാഭാവികമായ എല്ലാ സെൻസ് ഓർഗൻസും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയുടെ തലക്കെട്ട് കണ്ടപ്പോൾ ഞാനും ഒന്ന് പൂർണ്ണമായും കാണണം, ഒരു സങ്കടത്തോടെ എനിക്കും ഒന്ന് കരയണമെന്ന് വിചാരിച്ചത്. കാരണം അത്രയും സങ്കടത്തോടെയാണ് ഇത് എഴുതുന്നത്. മരണത്തിൽ സന്തോഷിക്കുന്നവരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സാക്ഷാൽ ഈ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതും പറയേണ്ടതും ഒക്കെ ആവശ്യമാണ്. എൻ്റെ പണിക്കർ സാറ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ആദ്യമായാണോ ആരെങ്കിലും മരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം രേഖപ്പെടുത്തുന്നത് കാണുന്നത്? സാക്ഷാൽ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങേപ്പോലെ നീതിമാനും നിഷ്പക്ഷനും സത്യസന്ധനുമായ ഒരു മനുഷ്യൻ, ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴും ഇറാനിൽ ആളുകൾ മരണപ്പെടുമ്പോഴും ഒക്കെ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം എന്നാൽ ചിരിക്കാതെ വളരെ മനോഹരമായി അദ്ദേഹം പല കമൻറ്റുകളും ഒക്കെ പാസ്സാക്കാറുണ്ട്. അവരൊക്കെ അനീതിയുടെ വക്താക്കളായതുകൊണ്ടും അക്രമകാരികളായതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായ വശമായി അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹവുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഫലസ്തീനിലെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ആ കൊല്ലപ്പെടുന്നതിൻ്റെ അടിയിൽ വന്ന് എത്രയോ കമൻറ്റുകൾ കൊണ്ട് ആഹ്ലാദിക്കുന്നവരും, ഇനി ആരെങ്കിലും ഒരു പേരുകാരൻ എന്തെങ്കിലും ഒരു കുഴപ്പം ചെയ്താൽ അങ്ങ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അടക്കമുള്ളവരെ ആക്ഷേപിക്കുന്നവരോടൊപ്പം നമ്മുടെ അരിപ്പിനോടൊപ്പം ഒക്കെ ഇരുന്ന് ധാർമ്മിക പ്രഭാഷണം നടത്തുന്ന പണിക്കർ സാറ് ഇപ്പോൾ ഈ ഗുജറാത്തിലെ ഒരു മുഖ്യമന്ത്രി മരിച്ചപ്പോൾ ഏതോ ഒരു വിവരദോഷി, യഥാർത്ഥത്തിൽ അങ്ങനെ മരിക്കുന്നത് കൊണ്ടോ ഒരാൾ അവസാനിക്കുന്നത് കൊണ്ടോ ഒന്നും ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ക്രൂരതയുടെയും ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ അശ്ലീകരമായ ഇരുട്ടിൻ്റെ ശക്തികളെന്ന് പറയുന്ന ആ ആശയമാണ് ഇല്ലാതാവേണ്ടത്. അല്ലാതെ അതിന് വ്യക്തിപരമായി വലിയ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ ആരും ഏതെങ്കിലും അറിയപ്പെടുന്നവരോ അടയാളപ്പെടുത്തപ്പെട്ടവരോ ആയ ആരും അതിൽ പ്രത്യേകിച്ച് ആഹ്ലാദം രേഖപ്പെടുത്തുന്നൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ കുറേ മനുഷ്യർ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അതെല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ കാണിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് പാകിസ്ഥാൻ വാദവും ഭീകരവാദവും ഒന്നും വേണ്ട പണിക്കരെ. ഈ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി പത്തനംതിട്ടയിൽ വളരെ വേദനാജനകമായി ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മോശമായ പദപ്രയോഗം നടത്തിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ്. ഇതെല്ലാം സവിശേഷമായൊരു രോഗത്തിൻ്റെ പ്രത്യേകതയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വികാരമല്ല. പക്ഷേ അതിനകത്ത് പണിക്കരെ പോലെ ഒരാൾ, എല്ലാവരും അറിയുന്ന ഈ പറയുന്ന കൂതറ മനോരോഗികളെക്കാളോ തീവ്രവാദികളെക്കാളൊക്കെ ഉന്നതനായ ആളാണെന്ന് സ്വയം വിശ്വസിക്കുന്ന പണിക്കർ അതിനകത്തുനിന്ന് ഇത് തപ്പിയെടുത്തുകൊണ്ട് വന്ന് ഒരു പണിയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി പണിക്കരെ. ഇതൊന്നും അല്ല മുതലാക്കേണ്ടത്, ഈ സാഹചര്യങ്ങളുമല്ല. പണിക്കർക്കറിയുമോ, ഞാനൊരു പ്രസ്താവന കാണിച്ചു തരാം. ആ പ്രസ്താവന എന്നത്തെയാണെന്നറിയുമോ? 2016 ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ആരാണെന്നറിയോ? സാക്ഷാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടുഡേസ് അറ്റ് ദ കൊൽക്കത്ത ഫ്ലൈ ഓവർ ട്രാജഡി ഇൻ വിച്ച് 26 people were killed last week was God's message to people to save Bengal from Trinamool Congress. Chief Minister Mamata Banerjee
ഹീ സെഡ് വാസ് ഷെയിംലെസ്ലി പ്ലേയിങ് പൊളിറ്റിക്സ് ഓവർ ദ ഡെത്ത്. ഇത് പ്രധാനമന്ത്രി മോഡി ഏപ്രിൽ 7 തീയതി 2016 വെസ്റ്റ് ബംഗാളിലെ മദാരിഹട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? 26 പേർ മരിച്ച ഫ്ലൈ ഓവർ ദുരന്തം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പശ്ചിമബംഗാൾ സർക്കാരിനെ മാറ്റണം എന്നുള്ളതിന് ദൈവം നൽകുന്ന സന്ദേശമാണ് എന്നാണ് പ്രസംഗിച്ചത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞ പണിക്കർ അദ്ദേഹം പറഞ്ഞത്, ഫസ്റ്റ് തിങ് അതായത് ബാനർജി ഡിഡ് വാസ് ടു ഡിക്ലെയർ ദാറ്റ് ഇറ്റ് വാസ് ദ ലെഫ്റ്റ് ഫ്രണ്ട് ദാറ്റ് ഗേവ് ദ കോൺട്രാക്റ്റ് കൊടുത്തത് ലെഫ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ സെൻറ്റൻസ്. അതായത് ഗോഡ്സ് മെസ്സേജ് ടു പീപ്പിൾ ടു സേവ് ബംഗാൾ ഫ്രം തൃണമൂൽ കോൺഗ്രസ്. അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ബംഗാളിനെ മോചിപ്പിക്കാൻ വേണ്ടി സാക്ഷാൽ ദൈവം കൊടുത്ത മെസ്സേജാണ് 26 പേരുടെ മരണമെന്ന്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു തെറ്റും ചെയ്യാത്ത 26 പേർ, ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത 26 പേർ. ഇപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെക്കുറിച്ചോ മന്ത്രിമാരെക്കുറിച്ചോ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചോ ഒക്കെ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ നീതി കൊണ്ടോ അനീതി കൊണ്ടോ ആക്രമിക്കപ്പെട്ടവരോ വേദനയ്ക്കപ്പെട്ടവരോ മുറിവേൽക്കപ്പെട്ടവരോ ആയ മനുഷ്യർ കാണും. അവരിലെ വിവരദോഷികൾ ഈ മരണസമയത്ത് അതൊരു വികാരമായി എടുത്ത് കമൻ്റ് എഴുതിയെന്നും വരാം. പക്ഷേ ഇത് യാതൊരു മനുഷ്യരുമില്ലാത്ത 26 പേർ മരിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ പണിക്കർ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ ചെയ്യുമ്പോൾ? കാരണം പണിക്കർ ഈ കമൻ്റ് എഴുതിയ മേൽവിലാസമില്ലാത്ത ഏതോ വൃത്തികെട്ടവന്മാരുടെ ഇഷ്യൂ പിടിച്ച് ഈ 242 പേർ മരിച്ച സംഭവത്തിൽ ഒരു രാജ്യമൊന്നാകെ ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു മനോരോഗികളുടെയോ ഏതെങ്കിലും കുറച്ച് പേരുടെയോ കമൻറ്റുകൾ പിടിച്ച് തൂങ്ങിയാടിയ അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രി 2016 നടത്തിയ ഈ പ്രസംഗത്തെക്കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്യണം. അത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും അറിയുകയും കാണുകയും വേണം. പണിക്കർ അങ്ങനെ നീതിയുടെ പക്ഷത്താണെങ്കിൽ, നീതിപ്പണിക്കരാണെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ആരെങ്കിലും മരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ ലാഭത്തിനോ അല്ലെങ്കിൽ അതിനെ മറ്റ് വികാര പ്രകടനങ്ങൾക്കോ ഉപയോഗിക്കുന്നവർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി സാക്ഷാൽ ശ്രീജിത്ത് പണിക്കരെ മാറണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ചെയ്യുമോ പണിക്കരെ? ഒന്ന് ചെയ്യുമോ?